കർണാടകയിലെ ധർമ്മസ്ഥല എന്ന പുണ്യസ്ഥലത്തിന് ചുറ്റുമുള്ള നിഗൂഢതയുടെ ചുരുളഴിയുകയാണ്. പതിറ്റാണ്ടുകളായി വനമേഖലയിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന കൊലപാതകങ്ങളെയും കൂട്ടശവ സംസ്കാരങ്ങളെയും വെളിച്ചത്തുകൊണ്ടുവന്ന ഈ കേസ് സംസ്ഥാനത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുന്നു. 1995നും 2024നും ഇടയിൽ 100-ലധികം മൃതദേഹങ്ങൾ വനത്തിനുള്ളിലെ രഹസ്യമായി മറവ് ചെയ്തു എന്നാണ് കേസിൽ പ്രധാനമായി ഉയർന്നു വരുന്ന ആരോപണം. ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ ഒരു ദൃക്സാക്ഷിയുടെ നിർണായകമായ മൊഴിയാണ്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ അന്വേഷണത്തിന്റെ ദിശ മാറ്റുകയും നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന് തുടക്കമിടുകയും ചെയ്തു. ഈ കേസിന്റെ തുടക്കം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശുചീകരണ തൊഴിലാളിയായ ജോലി ചെയ്തിരുന്ന ഒരാളുടെ മൊഴിയിലൂടെയാണ്. താൻ ഭീഷണികൾക്ക് വഴങ്ങി ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ നിർബന്ധിതനായെന്ന് അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു. താനടക്കം ചെയ്യാൻ സഹായിച്ച മൃതദേഹങ്ങളിലെ ഭൂരിഭാഗവും സ്ത്രീകളുടെയും കുട്ടികളുടെയുമായിരുന്നു. പലതിലും ലൈംഗിക അതിക്രമത്തിന്റെ സൂചനകൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം മൊഴി നൽകി. ഈ മൊഴി പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചു. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ കർണാടക സർക്കാർ കേസ് അന്വേഷണത്തിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘം SIT രൂപീകരിച്ചു. SIT അന്വേഷണം ആരംഭിച്ചത് സാക്ഷി ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിൽ ഖനനം നടത്തിയാണ്. ഇതുവരെ 14 സ്ഥലങ്ങളിൽ സംഘം പരിശോധന നടത്തി. ഇതിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് നിർണായകമായ തെളിവുകൾ ലഭിച്ചു. സൈറ്റ് നമ്പർ 6-ൽ നിന്ന് ഭാഗികമായി ദ്രവിച്ച അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. കൂടാതെ സൈറ്റ് നമ്പർ 11-ന് സമീപമുള്ള ബംഗ്ലാവുരുടെ മലഞ്ചെരിവിൽ നിന്ന് തലയോട്ടിയടക്കം 100-ലധികം അസ്ഥികളും കണ്ടെത്തി. ഈ അവശിഷ്ടങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇവയുടെ പ്രായവും ജനിതക വിവരങ്ങളും തിരിച്ചറിയുന്നത് കേസിലെ നിർണായകമായ വഴിത്തിരിവാകും. എന്നാൽ സൈറ്റ് 7, 8, 9, 10 എന്നിവിടങ്ങളിൽ നിന്ന് കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അന്വേഷണത്തിലെ ഒരു പ്രധാന വഴിത്തിരിവ് സൈറ്റ് നമ്പർ 13-ലെ പരിശോധനയിലാണ്. ഈ സ്ഥലം ഇതുവരെ പൂർണ്ണമായി പരിശോധിച്ചിട്ടില്ല. വെള്ളിയാഴ്ചത്തെ പരിശോധനയിൽ മാപ്പിംഗ് രേഖപ്പെടുത്താൻ എന്നിവ മാത്രമാണ് നടന്നത്. ശനിയാഴ്ച ഇവിടെ വിപുലമായ ഖനനം നടത്താൻ SIT തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഈ കേസിന്റെ അന്വേഷണം ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. വനമേഖലയിലെ ദുർഘടമായ ഭൂപ്രകൃതി, വർഷങ്ങളുടെ പഴക്കം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവ തെളിവുകൾ കണ്ടെത്തുന്നത് കൂടുതൽ ദുഷ്കരമാകുന്നു. മണ്ണിലെ മാറ്റങ്ങൾ കാരണം പല തെളിവുകളും പൂർണ്ണമായി നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഈ വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കാനും SIT തീരുമാനിച്ചിട്ടുണ്ട്. മണ്ണിനടിയിലെ ശൂന്യതകളും അസ്ഥികൂടങ്ങളും കണ്ടെത്താൻ സഹായിക്കുന്ന ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ എന്ന ഉപകരണം ഉപയോഗിക്കാൻ സാക്ഷി സംഘം ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്നാൽ നിയമപരവും സാങ്കേതികവുമായ അനുമതികൾ ലഭിക്കാൻ സമയമെടുക്കുന്നതിനാൽ ഇത് ഇതുവരെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിയമപരമായ അധികാരം അന്വേഷണത്തിന് പുതിയ ദിശ. കേസിന്റെ അന്വേഷണം കൂടുതൽ വേഗത്തിലാക്കാൻ SITക്ക് പോലീസ് സ്റ്റേഷന്റെ പദവി നൽകിയിട്ടുണ്ട്. ഇതിലൂടെ FIR രജിസ്റ്റർ ചെയ്യാനും കുറ്റാരോപിതരെ നേരിട്ട് അറസ്റ്റ് ചെയ്യാനും സ്ഥലപരിശോധന നടത്താനും SITക്ക് സ്വാതന്ത്ര്യ അധികാരം ലഭിച്ചു. ഈ നീക്കം അന്വേഷണത്തിന് നിയമപരമായ കരുത്ത് നൽകുകയും തെളിവുകളുടെ ശേഖരണം കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.